റെഡി ആയിട്ട് ഇപ്പോൾ കല്ലു. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഗുരുവായൂർ വ്ളോഗ് കാണിച്ചു തരാൻ പോവാണ്. ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാണ്. കല്ലൂരിനെ കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഗുരുവായൂർക്ക് പോകുന്നത്. അപ്പോൾ എന്നെ ഈ വീഡിയോ പറ്റാവുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, പിന്നെ കല്ലു, ആമി, ആയുഷ്, ഇതിനായിട്ട് എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ ഇപ്പോൾ സമയത്തിനായി 8:22 ആയിട്ടുണ്ട്. 8:30 ട്രെയിനിനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ റൂമൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അമ്പലത്തിന് തൊട്ടടുത്തുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആ സമയത്ത് ഭയങ്കര തിരക്കും വെക്കേഷനും വൈശാഖ മാസവും കൂടിയായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയത് സൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേ മീൻസ് വീക്കെൻഡ് ആയതുകൊണ്ട് അധികം തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തെക്കേ നടയിൽ 2 റൂം ബുക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് റൂം. നമ്മൾ 2 ഫാമിലിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 2 റൂം ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഫ്ലാറ്റായിട്ട് ബുക്ക് ചെയ്യാമെന്ന്, പക്ഷേ അങ്ങനെ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് 2 റൂം ബുക്ക് ചെയ്തു.
പിന്നെ ഇവർ രണ്ടുപേരും കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയി കുറച്ച് കിടന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വൈകുന്നേരം തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു തിരക്കൊന്നും ഇല്ലെങ്കിൽ ഉള്ളിലൊക്കെ ദർശനം എടുത്തിട്ട് പിന്നെ നാളെ രാവിലെ കല്ലിൻ്റെ ചോറൂണ് കഴിഞ്ഞിട്ട് ആദ്യം തൊഴാമെന്ന്. പക്ഷേ എന്താ പറയുക, എന്തൊരു തിരക്കായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ ലൈനിൽ നിന്നു. കല്ലു ആണെങ്കിൽ ഇങ്ങനെ എന്താ ചെയ്യുക, ഭയങ്കര കരച്ചിലും ഒന്നും പറയാതിരിക്കുക. പിന്നെ നമ്മൾ എങ്ങനെയെല്ലാം മാനേജ് ചെയ്തു കൃഷ്ണനെ ശരിക്കും തൊഴുതു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റും കല്ല് ഫുള്ള് ടയേർഡായിരുന്നു. ഇടയ്ക്ക് ഫീഡ് ചെയ്യാൻ പുറത്ത് പോകുന്നു, പിന്നെ വരുന്നു. റെഡിയായിട്ട് ഇപ്പോൾ കല്ലു അമ്പലത്തിൽ പോകുന്നു. ഞാനും കല്ലു ട്വിന്നിങ് മാച്ച്. കല്ലുനാകെ ഉറക്കം വന്നിരിക്കുകയാണ്. അവിടെ ചോറൂണിന് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ ക്യാമറാമാൻ ഉണ്ട്, ക്യാമറയിൽ ഫോട്ടോ എടുത്ത് തരും. അവർ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ മൊബൈലിലോട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫാമിലി ഫോട്ടോസും നമ്മളെ അന്നത്തെ ദിവസത്തെ ഫോട്ടോസൊക്കെ അവരെടുത്ത് തരും. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം പ്രസാദമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ ഓരോ ഷോപ്പിലൊക്കെ ജസ്റ്റ്
ഒരു വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മതി ഷോപ്പിംഗ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തൊഴുതതിന് ശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞങ്ങൾ പോയത് പഴയിടമിലായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങളുടെ മസാല ദോശ എപ്പോഴത്തെ പോലെ അത് തന്നെയായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്കൂടി ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയതിന് ശേഷം അവിടെയൊക്കെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആയിഷിനോട് പറയായിരുന്നു, ആയിഷ ഒന്ന് എൻ്റെ വീഡിയോ എടുക്കുക, ഞാനും കല്ലും ഇങ്ങനെ നടന്ന് പോവാം, അപ്പം നീ ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് എടുത്ത് താന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ ചുമ്മാ നടത്തിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ മാത്രം പോകുന്നു, പക്ഷേ എല്ലാവരും വന്നു, അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് മമ്മിയൂർ പോകാമെന്ന്. അപ്പോൾ ഇവിടുന്ന് അടുത്താണ്, പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. എല്ലാവരും പറയും ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ മമ്മിയൂർ പോകണം എന്ന്, പക്ഷേ ഇതുവരെ പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മ ഇറങ്ങിയ സമയം തൊട്ട് എൻ്റെ അമ്മ പറയുമായിരുന്നു എന്തായാലും ഇപ്രാവശ്യം മമ്മിയൂർ പോകണം. ഇന്നലെ ആനിയില്ലേ, ആനി പറഞ്ഞു ആമ കൊമ്പനാന കുട്ടപ്പ ഡും 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 ഡും. നീ കൈവിട് 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 കല്ലു ആമി ആമി അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചു. മമ്മിയൂർ കാണണമെന്ന്, ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ മമ്മിയൂരിൽ പോകണമെന്ന് വിചാരിച്ചത് ഇപ്രാവശ്യം എന്തായാലും അത് നടത്തി. ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഇവിടെ വന്നു. ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ദൂരേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മമ്മിയൂർ പോകണം. എന്താ പറയുക, ശിവൻ്റെ അമ്പലമാണിത്. അപ്പോൾ ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര പണിയുടെ തിരക്കൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിൽ എന്താ പറയുക നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. വലിയൊരു അമ്പലമാണ്. അവിടെ ഉള്ളിൽ ദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ദേവീനെ കാണുമ്പോൾ തന്നെ എന്തൊരു തേജസ്സായിരുന്നു. ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ദേവിയുടെ മുഖം എൻ്റെ മനസ്സിലില്ല പോലെ തന്നെയായിരുന്നു. ഭയങ്കര ശക്തിയുള്ളൊരു ദേവിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ തൊഴുതിന് ശേഷം അവിടെ ഇങ്ങനെ കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു, അതിലേ ചുറ്റിയിട്ടൊക്കെ വന്നു. അപ്പോൾ ഇതാണ് ആ അമ്പലം. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ എന്തായാലും പോകണം. മുതൽ അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി. പിന്നെ ഫ്രഷായി നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് വടക്കേ നടയിലായിരുന്നു. വടക്കേ നടയിൽ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പ്രിയങ്ക ഫാൻസി സ്റ്റോറിലെ അവിടെ ഞങ്ങൾ പോയി. എൻ്റെ ദൈവമേ, ഞാൻ ഇതുപോലത്തെ ഒരു ഷോപ്പ് ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഫാൻസി സ്റ്റോറാണോ അല്ലോ ഇത് വലിയ ഹൈപ്പർ മാർക്കറ്റാണോ എന്ന് തോന്നിപ്പോയി. കാരണം അവിടെ ഇല്ലാത്ത ഒരു സാധനം പോലും ഇല്ല. ഇങ്ങനെ കുഞ്ഞു എന്തൊക്കെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആയിരുന്നു അവിടെ. എല്ലാം നമ്മൾക്കൊരു പെൺകുട്ടി, കുഞ്ഞു കുട്ടി മുതൽ വലിയ ആൾക്കാർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. കുപ്പിവളകൾ. അപ്പം ഞാൻ കുറേ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു കുപ്പിവള കളക്ഷൻസൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ആഗ്രഹിച്ചിട്ടായിരുന്നു ഞാൻ പോയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സാധനം അവിടെ നിന്ന് വാങ്ങിച്ചു. മീൻസ് നമ്മൾ വിചാരിക്കാത്ത കുറേ സാധനങ്ങൾ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളെ ഗുരുവായൂർ വിശേഷങ്ങളും ഗുരുവായൂർ യാത്രാ വ്ളോഗും.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഗുരുവായൂർ പോയ സമയത്ത് ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഭയങ്കര സ്മൂത്ത് എല്ലാ വീഡിയോസ് എടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് ഫുള്ള് എന്തായാലും വ്ളോഗായിട്ട് ഇടണം. പക്ഷെ ആ സമയത്തും ഇതുപോലെ വൈശാഖ മാസത്തിൽ പോയി ഒന്നും തിരക്ക് പിടിച്ചിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ആ വ്ളോഗ് അവിടെ തന്നെ ക്യാൻസൽ ചെയ്തു. പക്ഷെ ഞാൻ ഇത്തവണ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ പറ്റാവുന്ന മാക്സിമം ക്ലിപ്സൊക്കെ എടുത്തിട്ട് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ പോകുന്ന സമയത്ത് ഇവരുടെ ഒരു കളിയാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ആരെ കണ്ടാലും സുന്ദരി ആമിക്കുട്ടി സുന്ദരി ആമി ആമി ചവിട്ടല ചേച്ചിനെ മതി 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 അമ്മ കൈ ഇങ്ങോട്ടൊക്കെ കൊടുക്കല്ലേ കടലുണ്ട് മതി ആമി കൊടുക്ക കല്യാണം കൊടുക്ക് ചിരിക്കെ കല്ല് 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 ഇന്ന് പോകുമ്പോ ഒറിജിനൽ പോന്നാ ഈ അടുത്ത് ഉപ്പിട്ടുണ്ടായിരുന്നു